ഹലോ ഹായ്, ഞാൻ ഇന്നൊരു കൊത്തച്ചക്ക തോരൻ വയ്ക്കുകയാണ്. ഞാനിപ്പോൾ അത് അരിഞ്ഞെടുത്തു. ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം കുത്തി അരിയുമായിരുന്നു. അപ്പോൾ ഇതിന് ചക്കക്കുരു മൂത്ത് വരണ്ടേ, ഇച്ചിരി കരിന്തലിയൊക്കെ ചെയ്താൽ കരിന്തലി തൊണ്ടയ്ക്ക് പോയി തിട്ടത്. അതുകൊണ്ട് ഇതെടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് പാനെടുപ്പ് വെച്ചു. നമുക്കിനി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5-6 ഉഴുന്നിട്ട് കൊടുക്കാം. കൂടെ തന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് അരിയുടെ മൂത്ത് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി അടച്ച് വയ്ക്കാം. അപ്പം നന്നായി ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ചക്ക വേവിച്ചിട്ടാണ് കടുക് വറുക്കുന്നത്. ഇന്ന് നേരിട്ടങ്ങ് അപ്ലൈ ചെയ്ത് കടുക് വറുത്തങ്ങിട്ടു, എന്നിട്ട് അടച്ചു കൊടുക്കും. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അത് നമുക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. ശകലം വെള്ളം കൂടെ പറ്റി ഒന്നുകൂടെ വേഗത്തെ അടച്ച് വയ്ക്കുക നമുക്ക്. അപ്പം ചക്കത്തോരൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ ചുവന്ന മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ചുവന്ന മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 3-4 ഇതുള്ള വെളുത്തുള്ളി, ഒരു തണ്ട് കരിവേപ്പില. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് തോരൻ വെന്തോന്ന് നോക്കാം. മൂടിയൊക്കെ മാറ്റി നമ്മൾ ചക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയി. അപ്പം സ്വല്പം ഉപ്പ് കുറഞ്ഞ് വെച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി.